ഹലോ, മാർച്ചാച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ പാല് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. റബ്ബറിൻ്റെ പാല് പാലിങ്ങനെ ഒഴിച്ച് പാത്രത്തിലാക്കി ഇങ്ങനെ വെക്കും. അടുത്തതിൽ വെള്ളം, പിന്നെ ഇത് അതെന്തിട്ടാ ഇത് വെള്ളം, പാല്. കൂട്ടി ആസിഡ്, തനി ആസിഡ് അല്ല. എന്നതാണ് നീ ഇതൊന്നും കാണുന്നില്ലേ? കാണണ്ട. നമുക്ക് ലക്കി കിടന്ന് ചപ്പാടോ ചപ്പാടോ. വിറവൊന്ന് മാത്രമല്ല, വെട്ടി ഒടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. വെട്ടി ഒടിച്ച് മാറ്റി വണ്ടി ആ ബൈക്കെ വെച്ച് ഒരാഴ്ച കൊണ്ടുപോയാൽ മതി. ബൈക്കെല്ലാം കൊണ്ടുപോകാൻ അന്നത്തെ ആ ഓട്ടോയിൽ കൊണ്ടുപോയ ഒരു കാര്യം മറന്നേ പോയി. ഇളക്കിയില്ലേ? ഇളക്കുന്നതല്ല, ഒരല്ലേ നോർത്ത് വെച്ചില്ലല്ലേ? അതിന് ഒരു കാര്യം ചെയ്യാം. അല്ല, പൊക്കി വെക്കാണ്ടോ അല്ലായിരുന്നല്ലേ? പൊക്കി വെക്കാണ്ടോ അല്ലായിരുന്നു. പത മാറ്റിയില്ലെങ്കിൽ സീറ്റ് അടിക്കുമ്പോൾ സീറ്റിന് ഒരു കളർ വ്യത്യാസം വരും. അതാണ് മൂന്നാം ക്വാളിറ്റി നാലാം ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കും.
അതാണ് സീറ്റ് അടിയാണ് കറണ്ട് അടിക്കുന്ന സീറ്റിന് വില. കട്ടിപ്പാലായി കഴിഞ്ഞാൽ തൂക്കി വില കിട്ടിയാൽ നമ്മൾ ഉണങ്ങിയതും കുഴപ്പമില്ല, സീറ്റ് നന്നായിരുന്നാൽ മതി. അപ്പൊ ഇപ്പൊ അതിങ്ങനെ അരികത്ത് വെച്ച് കഴിഞ്ഞാല് മോനൻ എത്ര 115 രൂപയ്ക്ക് ഒറ്റയോടി വിട്ടു, ഞാൻ 130 വിട്ടു. തൂക്കത്തിൽ ഒരു കുറവ് മതി. എനിക്ക് 12 മോനും 12 കിലോ. അതൊരു കാര്യമുണ്ട്, അച്ഛൻ നല്ല ഉണങ്ങിയില്ല കൊണ്ടുപോയി. ഞാൻ ഉണങ്ങിയതാ കൊണ്ട് എന്ന് വെച്ചാൽ തൂക്കത്തിൽ കുറയല. വെള്ളം മഞ്ഞ ഒന്നിനും തൂക്കത്തിൽ കുറയല. ഞാൻ പച്ചക്കില്ല കൊണ്ടുപോയി. ആ പച്ച ഒരാഴ്ച കഴിയുവാണെങ്കിൽ ആ പച്ച ആ തൂക്കം തന്നെ കിട്ടും. ആ തൂക്കം കിട്ടും. അതെനിക്ക് മനസ്സിലായി. വിലക്ക് വ്യത്യാസം വരും സാർ. പാലെടുത്ത് ഇങ്ങനെ വെച്ചേക്കണണ്ട. ഇത് വലിയണം. ഇനി പോകണ്ട പാലെടുക്കാൻ? ആ എടുക്കണ്ട ഇനി. പാലെടുക്കുന്ന അവിടെ ഇത് താഴത്തെ പാലാ. അതെ, നീ മേളിന്ന് എടുക്കണ്ട. ആ അപ്പൊ ഒരു വേലി എടുക്കാം. എടുത്തോ? എടുത്തില്ല. ഇനി 200 പാലം കിടക്കാൻ കിടക്കുക. 50 പാലത്തിന് പാല് വന്നല്ലോ. തമ്പുരാൻ നന്ദി പറയുന്നു. ഇവിടെ ഇത് പാലായില്ലല്ലോ സാർ. പാലായില്ല. വളമിട്ട പാലാവുക അവിടെ തന്നെ 6 സീറ്റ് വരും. എവിടെ? താഴെ 6 പൊക്കത്തിൽ വരും. വളയിട്ടതാ. അവിടെ വെച്ച് മരുന്നടിക്കാൻ പോയി നടക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഞാൻ റബ്ബർ പാല് കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ഇങ്ങനെ വെട്ടി വെച്ചേക്കാണ്, കണ്ട പാല് വീണേക്കണണ്ട. ഇങ്ങനെ പാല് വീണുകൊണ്ടിരിക്കുന്നു. ആ ചേട്ടൻ നേരത്തെ വന്ന് വെട്ടി വെച്ച് അത് കഴിഞ്ഞിട്ടാണ് പാലിങ്ങനെ എടുക്കണത്. ചേട്ടൻ ദേ പറമ്പിൽ ഇങ്ങനെ ഓരോ റബ്ബറിൻ്റെ അവിടെയും പാലിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ആദ്യം വെട്ടിയിട്ടേക്കും. അത് ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ, വെട്ടുന്നത് എങ്ങനെയായിരുന്നു. ഉണ്ടാ പാൽ ഒഴുകണണ്ട. ഇങ്ങനെ പാല് അത് ഒഴുകി 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 ഇങ്ങനെ വരും. ഇതാണ് റബ്ബർ പാലാണ്. ഇതിങ്ങനെ ആദ്യം വെട്ടി വെച്ചേക്കും, എന്നിട്ടാണ് ഇങ്ങനെ റബ്ബർ പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ മൊത്തം ഉണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് അറ്റത്ത് തുടങ്ങി ഇങ്ങനെ എടുത്തെടുത്ത് വരേണ്. ഇതിനകത്തൊക്കെ ഇച്ചിരി ഉള്ളു കേട്ടോ, അധികമായിട്ടില്ല, കുറച്ച് പാലുള്ളൂ. ഇനി ആ പാലെടുത്തുകൊണ്ട് വന്നിട്ടാണ് ആസിഡും വെള്ളവും ചേർത്ത്, നേരത്തെ കാണിച്ചു തന്നില്ലേ ആസിഡും വെള്ളവും ചേർത്തത്, ആസിഡും വെള്ളവും ചേർത്ത് അത് ഷീറ്റിൽ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് അത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് മിഷ്യത്തിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മിഷ്യത്തിലിട്ട് അടിച്ച് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പാല് കട്ടിയായിപ്പോയോ? ഇത് എത്ര നേരം കൊണ്ട് എടുക്കണം? അപ്പം മുറിച്ച് വെച്ചിട്ട് എത്ര നേരം കൊണ്ട് എടുക്കണം? ഇത് എത്ര പെട്ടെന്ന് ഇത് പാല് വടിഞ്ഞ് തീർന്നാൽ ഉടനെ എടുക്കണം, അല്ലെങ്കിൽ പാല് അടിയിൽ കട്ടിയായിപ്പോ. ഞാൻ വേറെ പാലെടുക്കാൻ പോയതാ. അതുപോലെ ഇത് വെട്ടാതായി കിടന്നേയില്ലേ, അതുകൊണ്ടാണ് പാല് കട്ടിയായിപ്പോയത്. അല്ലെങ്കിൽ ഇത് കട്ടിയാവത്തില്ല. എടുത്ത നല്ല ഇതിൽ ഞങ്ങൾ ഇവിടെ കടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കടയ്ക്കൽ പാലോട്. അവിടെ വെട്ടാൻ അവിടെ സീറ്റടിക്ക് മൊത്തം ഞാനായിരുന്നു. അത് 3000 സീറ്റ് 3500 സീറ്റ് കാണും ഒരു ദിവസം. അത് കറക്കണ്ട, മെഷീനില്ല, കറണ്ട്. അത് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ അത് ഭയങ്കര അപകടമാണ്. അതെ, പരിചയമില്ലെങ്കിൽ പറ്റത്തില്ല. അതിന് പെണ്ണുങ്ങൾ ഇങ്ങനെ പറക്കി അകത്ത് വെച്ച് തരും. ഇത് ഞാനാ പറക്കി അച്ചിൽ വെച്ച് കൊടുക്കുന്നത്. അത് ഇങ്ങനെ ഒരു കറക്ക് ഇറങ്ങി തിരിച്ച് ഒരു കറക്ക് ഇറങ്ങി മൂന്നാമത് അച്ചിൽ പതിഞ്ഞ് ഒരു ടാങ്കിനകത്ത് വീഴും. ടാങ്കിനകത്ത് വെള്ളം നിറച്ചാക്കി. അപ്പം അവിടെ ഇരുന്ന കൊണ്ട് ആൾക്കാർ പറക്കി കരയിൽ എറിഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പറക്കി വെച്ചുകൊണ്ടിരിക്കും. ഇത് കറക്കണം. ചിരട്ടയിൽ വെള്ളത്തിൻ്റെ ഈർപ്പമുള്ളതുകൊണ്ടേ അടിയിൽ പിടിച്ചു പോയി കട്ടിയായി. ഇന്ന് പറക്കുന്നുണ്ട്. പിന്നെ ഇന്ന് പറക്കണം. ഇന്ന് പറക്കണം. ഇത് പറക്കാണ്ട് ഈ മൂലക്കിട്ടാലോ.
അല്ല വീട്ടിൽ പെടുന്ന ഉണങ്ങും. ഇവിടെ ഇട്ടിട്ട് 2 ദിവസം 2 ദിവസം വെയിൽ കണ്ടിട്ട് പറിക്കാൻ മതി. മറ്റേത് എനിക്ക് 10 പൈസ എനിക്ക് കാശുണ്ടാണ്. ക്രിസ്മസിന് കൊടുത്തെങ്കിലേ വായ്പ അടിച്ച കാശ് പോലും കൊടുത്തില്ല. അല്ലാന്നിപ്പോൾ ഞാനൊരു ക്വാർട്ടർ എങ്ങനെ വായ്പ മേടിച്ച കാശ് പോലും കൊടുത്തില്ല. അല്ലാന്നിപ്പോൾ ഒരു ക്വാർട്ടർ എങ്ങനെ ഞാൻ മേടിച്ചു. ക്വാർട്ടർ എനിക്ക് അതേ ഉള്ളില്ല. ഇങ്ങനെ കട്ടിയായി പോകും. കട്ടയാവുന്ന സാധനം നേരത്തെ എടുക്കുന്നത് കട്ടയായി കിടക്കുന്നുണ്ട്. കാലാവസ്ഥയല്ലേ ഇതിലെ ചെറ്റൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ. കട്ടയായി ആ വെള്ളത്തിന്റെ ഈർപ്പം കടന്നു. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞ. 9-ാം തീയതി വരെ മഴ ഉണ്ടെന്നാ പറഞ്ഞത്. 9-ാം തീയതി കഴിഞ്ഞ്. ഇന്ന് 9. ഇന്ന് 10 അല്ലേ? അല്ല, ഇന്ന് 10. നാളെ 11. ഇന്ന് 10. ശരിയാ. നാളെ 11. 20-ാം തീയതിയാ? 20-ാം തീയതി ആവോ അറിയില്ല. 9-ാം തീയതി വരെ എന്നാ പറഞ്ഞത്. 9-ാം തീയതി കഴിഞ്ഞ്. ഇന്ന് 10. 9-ാം തീയതി വരെ മഴയെന്ന് പറഞ്ഞു. അവിടെയൊക്കെ പാല് വന്നിട്ടുണ്ട്. കണ്ടോ പാലിൻ്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ചിരട്ടയിൽ പാല്. ചിരട്ടല്ല, ഇത് ഈ റബ്ബറിൻ്റെ ഒരു പാത്രം കേട്ടോ. എന്താ അടിയിലത്തെ ഇങ്ങനെ കട്ടയാവൂലേ, അത് എന്നിട്ടാണ് ഫിഷറല്ല, അതും വിൽക്കോട്ടാ. അത് ഉണക്കിയിട്ട് വിൽക്കും. എനിക്ക് പൈസ കിട്ടും. അതെ, തൂക്കാൻ കൊടുത്തു. തൂക്കാൻ പിടിച്ചെടുത്തു. അമ്മച്ചിക്ക് അടിച്ചു കൊടുത്താൽ ഇതൊക്കെ അമ്മച്ചിക്ക് ഞാൻ കൊടുത്താൽ കേട്ടോ. അമ്മച്ചാറിനെ ഞാൻ ഇവിടെ ഈ മരുന്നടിക്കുന്നൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് എടുത്തിട്ടുണ്ട്. മരുന്നടിക്കുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു ദിവസം മരുന്നടിക്കുന്നത് എടുക്കണം. മരുന്നടിക്കുന്ന ഭാഗത്ത് ഇവിടെ ഇന്നാള് പണിയാണ്. നാളെ ഇവിടെ ഇല്ല. അതെ, ഇപ്പം 1/2 ബക്കറ്റായ ഇല്ല. ഇത്രയും പാല് താഴത്തുനിന്ന് കിട്ടി. ഇതിപ്പോൾ കുറവാണെന്നാ പറയണേ. നന്നായിട്ട് കിട്ടുന്നതാണ്. ഇതിന് ഒരു ബക്കറ്റ് പാല് ഫുള്ളായി നിറയേണ്ടതാണ് ഇപ്പോൾ. ഇപ്പം ഇത്രയും അവിടെ നിന്നൊക്കെ എടുത്തത്, താഴത്തു നിന്നൊക്കെ എടുത്തു വന്നപ്പോൾ 1 ബക്കറ്റ് നിറയേണ്ടതാണ്. ഇപ്പോൾ ഇച്ചിരി പാല് കുറവാണെന്നാണ് പറയണേ. എന്താ റബ്ബറിൻ്റെ കുരു. ഇതാണോ റബ്ബറിൻ്റെ കുരു? ഇതല്ലേ റബ്ബർ കുരു? റബ്ബറിൻ്റെ കുരുവാണോ? കായ, റബ്ബർ കായ.
ഇങ്ങനെ അടക്ക ഉണ്ട് കേട്ടോ. അവിടെ അറ്റം വരെ ഉണ്ട്, അറ്റം വരെ വെട്ടിയിട്ടുണ്ട്. അതെല്ലാം എടുത്ത് ലാസ്റ്റ് നമുക്ക് കാണാം. എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ വരെയൊക്കെ കയറി പോകാനായിട്ട് പറ്റില്ല. മോഞ്ചേട്ടൻ പോകുന്നുണ്ടോ കാട്ടിലേക്കൊക്കെ? ഓക്കേ. ഇപ്പം വെട്ടിക്കഴിഞ്ഞ് പാലെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇനി എത്ര ദിവസം കഴിയണം വെട്ടാൻ? നാളെ വെട്ടോ? നാളെ വേണമെങ്കിൽ വെട്ടാം. അതല്ലേ? ഇപ്പം നാളെ വെട്ടത്തില്ല. ആ, ഇത് എനിക്ക് വേറെ 4 സ്ഥലത്ത് വെട്ടുണ്ട്. ഓ, ഇവിടെയും വേറെ ഒരിടത്തും കൂടെ ഒരു ദിവസം വെട്ടും, ഉം, വേറെ 2 പിറ്റേ ദിവസം വെട്ടും. ആ, അതുകൊണ്ട് 1.5 വെട്ടാനേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഒരാഴ്ച തുടർച്ചയായി വെട്ടേണ്ടതാണ്. എന്നാലേ പാല്, ഇപ്പോൾ പാല് കണ്ട ഈ ഇരിക്കുന്ന ഒരു വിധത്തില്ല മുഴപ്പ് പോലെ, ആ, അത് ഈ പാല് കട്ടിയാവുന്നുണ്ട്. ഓ, ഇത് പാല് ഒഴുകുന്നില്ല. എന്താ? അപ്പം പാലിൻ്റെ കട്ടി കുറയണമെങ്കിൽ ഈ മുഴയൊന്നും വരത്തില്ല, ആ, ഇല്ല, ഒലിച്ച് ഇറങ്ങി പോരും. അപ്പം പാലും കൂടുതൽ കിട്ടും. ഇത് വെട്ടിൻ്റെ ഒരു കണ്ണ് അടഞ്ഞു പോകും ഈ പാലിൻ്റെ കട്ടി കൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിയാവത്തില്ല. ആ സാധനവും കൊടുക്കുന്നല്ലേ? ആ സാധനവും അത് കൊടുക്കാനാ. അത് അതിനെ പറയുന്നത് പിഷറ, അതിന് പറയുന്നത് ഒട്ടിയാറ. ഒട്ടിയാറ. അല്ലെങ്കിൽ കട്ടപ്പാലെന്ന് പറയും. അതേ കണ്ട സാധനം, അതിനാണ് ഒട്ടിയാറ. അത് ഇത്രയും കിട്ടി. ഇനി നമുക്ക് കാണാം. ഇനി നമുക്ക് അങ്ങോട്ട് മുകളിലേക്കില്ല. ഞാൻ വെട്ടുന്നത് ആരും കണ്ടിട്ടില്ല. അപ്പം ഇനി ഇപ്പം ആ ചേട്ടൻ പറഞ്ഞ് ഇനി വെട്ടുന്നത് ഒരു ദിവസം വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും വെട്ടുന്നത്, പാൽ ഒഴുകുന്നതും എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ കാണാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ റബ്ബർ ഷീറ്റ് അടിക്കുന്നത് കണ്ടു. പിന്നെ പാല് എടുത്ത് ആസിഡും വെള്ളവും ചേർത്ത് ഷീറ്റിൽ വെക്കുന്നതും കണ്ട്, പാലെടുക്കുന്നതും കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു ദിവസം വെട്ടുന്നത് കാണിച്ചു തരാം കേട്ടോ. പാല് വെട്ടി ഒഴുകി വരുന്നത് എല്ലാവർക്കും കാണാം. അപ്പുറത്ത് കിട്ടുന്ന അച്ഛൻ്റെ അനിയൻ്റെ പിള്ളേർ, അവര് ഞാൻ 3 മണിക്ക് വെട്ടാൻ വരുമ്പോൾ അവർ 2 മണിക്ക് എണീറ്റ് കതവും തുറന്ന് കസേരയിലിരിക്കും ഇത് കാണാൻ. ഞാൻ വന്ന് വെട്ട് തുടങ്ങുമ്പോൾ അവരും ലൈറ്റും കൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും കാണാനായിട്ട്. ഞങ്ങളുടെ എറണാകുളത്തൊന്നും റബ്ബറില്ല. അവിടുത്തെ അച്ഛൻ പറഞ്ഞു അവിടെയൊന്നും റബ്ബർ ഇല്ലാത്തോണ്ടേ എല്ലാവരും കണ്ടിട്ടില്ലെന്ന്. ഇവിടെ ഒന്നാണ് കാണുന്നത്. ഞങ്ങളുടെ ഇവിടെ എറണാകുളത്ത് റബ്ബറൊന്നും ഇല്ലല്ലോ. കോട്ടയം ജില്ലയിലാണ് കൂടുതൽ റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ റബ്ബറും കാര്യങ്ങളും കോട്ടയം ജില്ലയിലാണ്. ഇപ്പോൾ കോട്ടയത്ത് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. തിരുവനന്തപുരം ജില്ല, കൊല്ലം. അതെ, തിരുവനന്തപുരം ടൗണിൽ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. ഇനി മുകളിലേക്കില്ല, ഞാൻ അങ്ങാടേക്കില്ല. അങ്ങാടേക്കില്ലേ? എടുത്തോ.